സോപ്പിട്ടോളൂ, പക്ഷെ ഒരുപാട് പതപ്പിക്കരുത്, ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരിഹാസം ദിവ്യക്കെതിരെ ഉണ്ടായിരിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക്. അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സോപ്പിടുമ്പോൾ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും, അത്രേ പറയുന്നുള്ളൂ. ന്യൂസ് ഡെസ്കിൽ നിന്ന് PJ അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്. അരുൺ, ദിവ്യ എസ് അയ്യർ എന്നാൽ ശബരിനാഥന്റെ ഭാര്യ ജി കാർത്തികേയന്റെ മരുമകൾ. ശബരിനാഥന്റെ ഭാര്യ എന്നതോ ജി കാർത്തികേയന്റെ മരുമകൾ എന്നതോ അല്ല അവരുടെ ഐഡന്റിറ്റി. അവരുടെ പേര് ദിവ്യ എസ് അയ്യർ IAS എന്നാണ്. അതാണ് അവരുടെ പേര്, അതാണ് അവരുടെ ഐഡന്റിറ്റി. അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടേത് തീർത്തും അസഹിഷ്ണുത നിറഞ്ഞ നിലപാട് മാത്രമാണ്. കെ മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിൽ നിന്ന് പാടില്ലാത്ത പ്രതികരണമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ദിവ്യ പറയുന്നത് പോലെ നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയാൻ എന്താണ് പ്രയാസമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ദിവ്യ. അല്ല, തീർച്ചയായും വീണ്ടും കോൺഗ്രസ്സുകാരുടെ നേതാവും പിന്നെ അവരുടെ അണികളായ യൂത്ത് കോൺഗ്രസ്സുകാരും അവരുടെ തനിനിറം വീണ്ടും പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ദിവ്യ സയർ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ ദിവ്യ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ആക്രമണം, സൈബർ ആക്രമണം, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കാരുടെ പ്രവർത്തകരുടെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അത് തന്നെയാണ് കൃത്യമായി ദിവ്യ സയർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 1.5 വർഷമായി താൻ ഇങ്ങനെയുള്ള സൈബർ ആക്രമണം കൂടാതെ ഇതുപോലെയുള്ള പ്രതികൂലപരമായിട്ടുള്ള നിലപാടുകൾ പല ഭാഗത്തു നിന്നും തനിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ദിവ്യ സയർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ ദിവ്യ സയർ എന്ന് പറഞ്ഞ അന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ശബരിനാഥൻ്റെ ഭാര്യയാണ്. കൂടാതെ പ്രമുഖ നേതാവായ ജി കാർത്തികേയൻ്റെ മരുമകളാണ്. അതിനേക്കാൾ ഉപരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, സർക്കാർ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയോടൊപ്പം ദീർഘനാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന KK രാഗേഷ് ആ ഒരു സേവനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു അഭിനന്ദനക്കുറിപ്പുമായി ദിവ്യ സയർ മുന്നോട്ട് വരുന്നതും ഇതിൽ രൂക്ഷമായ ഒരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നതും ആ ഒരു സാഹചര്യത്തിലാണ് ദിവ്യ സയർക്കെതിരെ വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുന്ന ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു പ്രസ്താവന എന്ന് തന്നെ വേണം കെ മുരളീധരൻ്റെ പ്രസ്താവനയെ നമുക്ക് വായിച്ചു കാണാൻ. കൂടുതൽ പതപ്പിക്കേണ്ട, സോപ്പിട്ടോളൂ, കൂടുതൽ പതപ്പിക്കേണ്ട, എന്നെങ്കിലും നമ്മൾ വരികയാണെങ്കിൽ ഇതിനനുസരിച്ചുള്ള പണി നമ്മൾ തിരിച്ചു തരുമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. ദിവ്യ സയർ അത് തന്നെയാണ് തൻ്റെ ആ ഒരു പ്രതികരണത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ ഒരു തരത്തിലുള്ള ഒരു വ്യക്തി അധിക്ഷേപം താൻ ആദ്യമായിട്ടല്ല നേരിടുന്നത്. കാരണം 1.5 വർഷത്തോളം, കാരണം നമുക്കറിയാം മുൻപ് കെ രാധാകൃഷ്ണൻ എം പി ആയിരുന്നപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ആ വകുപ്പിൻ്റെ സെക്രട്ടറി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ സയർ. ആ ഒരു പ്രവർത്തന പരിചയത്തിലുള്ള ഒരു പ്രവർത്തനത്തിലുള്ള മികവ് കൊണ്ട് രാധാകൃഷ്ണൻ MP ആയിരുന്നപ്പോൾ കെ രാധാകൃഷ്ണൻ MP സ്ഥാനത്തേക്ക് പോയപ്പോൾ അഭിനന്ദന കുറിപ്പ് അറിയിച്ചിരുന്നു. ആ ഒരു അഭിനന്ദന കുറിപ്പിൻ്റെ പിന്നാലെ പോലും വന്ന് വ്യക്തിപരമായി നിങ്ങൾ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയല്ലേ, നിങ്ങൾ എന്തിനാണ് പാർട്ടിയെ അനാവശ്യമായി പൊക്കി പറയുന്നത്, അത് അവർക്ക് അനുകൂലമാവുകയല്ലേ ചെയ്യുന്ന തരത്തിലുള്ള അത് തന്നെയാണ് ദിവ്യ സയർ ഇപ്പോൾ പറയുന്നത്. അരുൺ, അവിടെയാണ് ആ പ്രശ്നം ഇരിക്കുന്നത്. ഈ ദിവ്യയുടെ പോസ്റ്റ് നോക്കിയാൽ, അത് വായിച്ചാൽ ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് താൻ നേരിട്ട് കണ്ട, അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കുക മാത്രമാണ് ആ ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥ എന്നാണ് അവരെ പറയേണ്ടത്. അതിന് പകരം നേതാക്കളുടെ ഭാര്യ എന്നതോ മകന്റെ ഭാര്യ എന്നതോ ഒന്നുമല്ല അവരുടെ ഗുണമായി വീക്ഷിക്കേണ്ടത്, അവരുടെ ഐഡന്റിറ്റിയായി പറയേണ്ടതും. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രായഭേദമന്യേ എത്ര മുതിർന്നവരാണെങ്കിലും കാണിക്കുന്ന ഈ അസഹിഷ്ണുതയെ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ എന്നതാണ്. ഈ ആദ്യത്തെ തവണയല്ല സൈബർ ബുള്ളിങ്ങിന് ഒരു സ്ത്രീയെ, ഒരു ഉദ്യോഗസ്ഥയെ ഇട്ടുകൊടുക്കുന്നതിന് കൂടി ഈ പാർട്ടി ഉത്തരവാദിത്വം പറയേണ്ടി വരുന്നു എന്നതാണല്ലോ. തീർച്ചയായും. കാരണം നേതാക്കൾ വെട്ടിക്കൊടുക്കുന്ന ഒരു വഴിയിലൂടെ ആയിരിക്കണമല്ലോ കാരണം അണികൾ പിന്നാലെ സഞ്ചരിക്കേണ്ട. കാരണം നമ്മൾ നേരത്തെ തന്നെ ആ മുരളീധരൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, സോപ്പിട്ടോളൂ, കൂടുതൽ പതിപ്പിക്കരുന്ന തരത്തിലുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, വ്യക്തിയെ ഈ ദിവ്യ സയരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ എടുത്തു പറഞ്ഞ് തന്നെയാണ് നേതാവ് വിമർശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കുട പിടിച്ചുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ കമൻറ്റിൻ്റെ താഴെയെല്ലാം വന്നിരുന്നുണ്ട്. ഈ ദിവ്യ സയർ കൃത്യമായി പറയുന്നുണ്ട്, തനിക്ക് നേർവഴി കാണിക്കുവാൻ തൻ്റെ ഒരു കുടുംബമുണ്ടായി
ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ താൻ ജീവിച്ചു വളർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു, താൻ പഠിച്ചു വളർന്ന ഒരു മേഖല ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് തൻ്റെ ഒരു പ്രതികരണത്തിൽ ഉൾപ്പെടെ നെടിലിക്കുന്നത്. താൻ വളർന്നു വന്ന ഒരു സാഹചര്യം, തന്നെ നേർവഴിക്ക് നയിക്കുന്നവർ, തൻ്റെ ചുറ്റുപാടുമുള്ളവർ, ഇതൊക്കെ തന്നെയാണ് തൻ്റെ ഈ ഒരു പ്രതികരണത്തിന് പിന്നിലുള്ളത്. കൃത്യമായ ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ഇല്ലാതെ പോയത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഏറ്റവും ഇപ്പോൾ ഇത് നേരിടുന്ന ഒരു അപജയത്തിൻ്റെ ഏറ്റവും വലിയൊരു അവസാനത്തെ ഉദാഹരണമായിട്ട് വേണം ദിവ്യ എസ്ഐയർക്ക് എതിരെയുള്ള ഒരു ആക്രമണം എന്ന് വേണം കരുതാൻ. നമ്മൾ കെ രാഗേഷിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ഇതിൽ ഇത്രയും വിവാദമാക്കേണ്ട എന്താണ് സംഗതി ഉള്ളത് എന്നുള്ളതാണ് കാരണം ഈ കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയതിനേക്കാൾ ഉപരി ഇദ്ദേഹം മുമ്പുണ്ടായിരുന്നത് കേരളത്തിൻ്റെ പ്രധാന ഭരണ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു. അദ്ദേഹം എങ്ങനെ പോയിരുന്നാലും ഈ ഒരു പേഴ്സണൽ സ്റ്റാഫിനെല്ലാം ഈ ഭരണരംഗത്ത് മുഖ്യമന്ത്രിയെ പല രീതിയിൽ സഹായിക്കാനുണ്ടാവും, പല പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കാൻ പറ്റും, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. വലിയ രീതിയിലുള്ള ഒരു ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ തുടർച്ചയെ അല്ലെങ്കിൽ ഭരണ മികവിനെ അഭിനന്ദിക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥ എന്നുള്ള തലത്തിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു ദിവ്യ എസ് അയ്യറിൻ്റെ നിലപാട്, കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ഇങ്ങനെ CPM ഭരണത്തെ അല്ലെങ്കിൽ ഒരു CPM നേതാവിനെ പുകഴ്ത്തി പറയുമ്പോൾ അതിൽ CPM പാർട്ടിക്ക് വന്നേക്കാവുന്ന ഒരു മൈലേജിനെ കോൺഗ്രസ്സുകാർ ഭയപ്പെടുന്നുണ്ട്. ഈ ഭയപ്പാട് തന്നെയാണ് വലിയ അതിക്രൂരമായ ഒരു സൈബർ ആക്രമണത്തിലേക്ക് ദിവ്യ അയ്യർക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിൽ കൂടുതൽ രൂക്ഷമായ ഇപ്പോൾ ഈ ഒരു പ്രതികരണം ദിവ്യ അയ്യരുടെ വന്നതോടുകൂടി ഇതിൽ കൂടുതൽ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് മാറുന്നുണ്ട്. എന്തായാലും ഈ ഒടുവിലായി വന്ന ഇൻസ്റ്റാഗ്രാം റീലിന് താഴെയും ഈ തരത്തിലുള്ള ഒരു കമൻറ്റുകൾ വന്നിരുന്നാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. എന്നാ റൈസ്? അതെ, PJ അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 4 ആളോട് പറയാൻ, നന്മയുള്ളവരെക്കുറിച്ച് പറയാൻ പ്രയാസം വേണ്ട എന്ന പ്രതികരണം ആവർത്തിക്കുകയാണ് ആ വിഷയത്തിൽ ദിവ്യ അയ്യർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് കെ രാധാകൃഷ്ണന് അനുകൂലമായ അദ്ദേഹം MP ആയി വന്ന സമയത്ത് ഇട്ട FB പോസ്റ്റും ഇതിന് വിമർശനത്തിന് പാത്രമായിരുന്നു. അന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിയിങ്ങിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ദിവ്യ അയ്യർക്ക്. രണ്ടുപേരുടെയും കാര്യത്തിൽ ദിവ്യ അയ്യർ നേരിട്ട് അനുഭവിച്ച, എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിത്വത്തോടുള്ള അല്ലെങ്കിൽ അവരുടെ ഭരണ മികവിനോടുള്ള അഭിനന്ദനം മാത്രമായി കാണേണ്ട വിഷയത്തെയാണ് അസഹിഷ്ണുതയോടുകൂടി യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. PJ അരുണാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.